നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടകൽ. ഇന്ന് മാർച്ച് 1 ശനി 2025. പ്രധാന വാർത്തകളിലേക്ക്. താമരശ്ശേരിയിൽ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടൽ ഗുരുതരമായി പരിക്കേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്ന 16-കാരൻ മരിച്ചു. താമരശ്ശേരി MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയും താമരശ്ശേരി ചുങ്കം പലോറക്കുന്ന് ഇക്ബാലിൻ്റെ മകനുമായ മുഹമ്മദ് ഷഹബാസാണ് ഇന്ന് പുലർച്ചെ 1 മണിയോടെ മരിച്ചത്. താമരശ്ശേരി വെഴുപ്പൂർ റോഡിലെ ട്രിസ് ട്യൂഷൻ സെൻ്ററിന് സമീപം വ്യാഴാഴ്ച വൈകിട്ട് 6:30 സംഘർഷം. സംഭവവുമായി ബന്ധപ്പെട്ട് ട്യൂഷനിൽ പഠിക്കുന്ന താമരശ്ശേരി GVHSലെ 5 10ാം ക്ലാസ് വിദ്യാർത്ഥികളെ താമരശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ട്യൂഷൻ സെൻ്ററിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ യാത്രയെ പരിപാടി അനുവദിച്ചുണ്ടായ കലാപരിപാടികൾക്കിടയിൽ നടന്ന വാക്കേറ്റവും കയ്യങ്കളിയുമാണ് സംഘർഷത്തിലേക്ക് നയിച്ചത്. വാർത്തകൾ വിശദമായി. കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും മകനെ ക്രൂരമായി മർദ്ദിച്ചുവെന്ന് താമരശ്ശേരി സംഘർഷത്തിൽ മരണപ്പെട്ട മുഹമ്മദ് ഷഹാബസിന്റെ പിതാവ് ഇക്ബാൽ. മർദ്ദനമേറ്റ് തിരിച്ചെത്തിയ മകൻ വീട്ടിലെത്തി ഛർദ്ദിച്ചെന്നും മർദ്ദിച്ചവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്നും പിതാവ് പറഞ്ഞു. കൊല്ലം മൺട്രോത്തുരത്തിൽ മധ്യവയസ്കനെ 24-കാരൻ വെട്ടിക്കൊന്നു. മൺട്രോത്തുര സ്വദേശി സുരേഷാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് 7:30 സംഭവം ഉണ്ടായത്. സുരേഷിന്റെ വീടിന് സമീപത്തുള്ള അമ്പാടി എന്ന യുവാവാണ് വെട്ടിയത്. ഇയാൾ ലഹരിക്കടിമയാണെന്ന വിവരവും പുറത്തു വന്നിരുന്നു. സമീപത്തെ ക്ഷേത്രത്തിൽ ഉത്സവാഘോഷ പരിപാടി നടക്കുന്നതിനിടെ അവിടെ പ്രശ്നമുണ്ടാക്കിയതിന് പിന്നാലെ റെയിൽവേ ട്രാക്കിലെത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച അമ്പാടിയെ രക്ഷിച്ച് വീട്ടിൽ കൊണ്ടുപോയത് കൊല്ലപ്പെട്ട സുരേഷ് അടക്കമുള്ളവർ ചേർന്നായിരുന്നു. എന്നാൽ വീട്ടിലെത്തിയ ഉടൻ അമ്പാടി വെട്ടുകത്തി ഉപയോഗിച്ച് സുരേഷിനെ വെട്ടുകയായിരുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ നടത്തുന്ന സമരം ഇന്ന് 20 ദിവസത്തിലേക്ക് കടന്നു. അതിനിടെ ആശാവർക്കർമാരുടെ സമരത്തെ നേരിടാൻ സർക്കാർ പുതിയ ഹെൽത്ത് വോളണ്ടിയർമാരെ തേടി NHM സ്റ്റേഷൻ മിഷൻ ഡയറക്ടർ സർക്കിൾ ഇറക്കി. ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് സ്കീമിൽ പുതിയ വോളണ്ടിയർമാരെ കണ്ടെത്തി പരിശീലനം നൽകാനാണ് മാർഗനിർദ്ദേശം. ആശാവർക്കർമാർ സമരം തുടർന്നാൽ ബദൽ സംവിധാനം ഒരുക്കണമെന്ന് സർക്കാരിന് പിന്നാലെയാണ് പുതിയ നിർദ്ദേശം. സർക്കാർ നീക്കം അനുവദിക്കില്ലെന്നാണ് ആശാവർക്കർമാരുടെ പ്രതികരണം. ആശാവർക്കർമാരുടെ CPMന് ശത്രുപരമായ നിലപാടില്ലെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് PV ഹർഷകുമാർ നടത്തിയ പരാമർശം അദ്ദേഹം തള്ളി. ആശാവർക്കർമാരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്നാണ് CPM നിലപാടെന്നും അദ്ദേഹം വ്യക്തമാക്കി. CITU നേതാവിൻ്റെ അധിക്ഷേപം ശരിയല്ലെന്നും വിമർശിക്കാൻ മോശം പദങ്ങൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ലെന്നും നല്ല പദങ്ങൾ ഉപയോഗിക്കില്ല എന്നും അദ്ദേഹം ചോദിച്ചു. ആശാവർക്കർമാരുടെ സമരസമിതി നേതാവ് S മിനിക്കെതിരായ അധിക്ഷേപത്തിൽ ഉറച്ച് CITU നേതാവ് S മിനി സാംക്രമിക രോഗം പടർത്തുന്ന കീടമാണെന്ന പരാമർശം ബോധപൂർവം പറഞ്ഞാണെന്ന് CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് PV ഹർഷകുമാർ പറഞ്ഞു. മുൻ പ്രസ്താവനയിൽ ഉറച്ച ഹർഷകുമാർ മിനിക്കെതിരെ അധിക്ഷേപം തുടർന്നു. കേരളത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ സമ്പൂർണ്ണ ഐക്യം വേണമെന്ന് ഹൈക്കമാൻഡ്. മാധ്യമങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായം പറയാൻ ആർക്കും അവകാശമില്ലെന്നും ഹൈക്കമാൻഡ് പൂർണ്ണ നിരീക്ഷണം നടത്തുമെന്നും യോഗത്തിൽ നേതൃത്വം വ്യക്തമാക്കി. KPC അധ്യക്ഷനെ മാറ്റുന്ന കാര്യം ഉൾപ്പെടെ യോഗത്തിൽ ചർച്ചയായില്ല. പരാതിയുള്ള DCCയിൽ മാത്രം പുനഃസംഘടന നടത്താനും യോഗത്തിൽ തീരുമാനിച്ചു. തോമസ് K തോമസ് MLA NCPയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ. മന്ത്രി AK ശശീന്ദ്രൻ്റെ പിന്തുണയോടെയാണ് PC ചാക്കോയെ രാജിവെപ്പിച്ച് പാർട്ടി തല തോമസ് എത്തുന്നത്. PM സുരേഷ് ബാബുവും PK രാജനുമാണ് പുതിയ വർക്കിംഗ് പ്രസിഡന്റുമാർ. മുണ്ടക്കെ ചുരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ പുനരധിവാസത്തിന്റെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു കാലതാമസവും ഉണ്ടായിട്ടില്ലെന്ന് റവന്യൂ ഭവന വകുപ്പ് മന്ത്രി K രാജൻ. കേരളത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് സൗജന്യ അതിവേഗ ഇന്റർനെറ്റ് സേവനം നൽകുന്ന K ഫണ്ട് പദ്ധതിക്കായി ഓൺലൈൻ അപേക്ഷയ്ക്ക് തുടക്കമായെന്ന് അധികൃതർ അറിയിച്ചു. എല്ലാ അടിയന്തര സേവനങ്ങളും ഇനി ഒറ്റ നമ്പർ ലഭിക്കുമെന്ന് കേരള പോലീസ് ഫയർ ആംബുലൻസ് എന്നിങ്ങനെ എല്ലാ അടിയന്തര സേവനങ്ങൾക്കും 112 എന്ന നമ്പറിൽ വിളിക്കാം. അടിയന്തര സേവനങ്ങൾക്ക് രാജ്യം മുഴുവൻ ഒറ്റ കൺട്രോൾ റൂം നമ്പറിലേക്ക് മാറുന്നതിൻ്റെ ഭാഗമായുള്ള ERSS സംവിധാനത്തിൻ്റെ ഭാഗമായാണ് പോലീസ് സേവനങ്ങൾ 100-ൽ നിന്ന് 112 എന്ന നമ്പറിലേക്ക് മാറ്റിയിരിക്കുന്നത്. KSRTC എറണാകുളം ബസ് സ്റ്റേഷനിൽ ശീതീകരിച്ച വിശ്രമ കേന്ദ്രം ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ഉപഭോക്തൃ സൗഹൃദ സേവനങ്ങൾ മെച്ചപ്പെടുന്നതിൻ്റെ ഭാഗമായി ശീതീകരിച്ച വിശ്രമ കേന്ദ്രങ്ങൾ KSRT ബസ് സ്റ്റേഷനുകളിൽ സ്ഥാപിച്ചു വരികയാണ്. എറണാകുളം MLA TJ വിനോദ് ഉദ്ഘാടനം നിർവഹിക്കും. കോട്ടയം ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് കേസിലെ പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി പറയും. പ്രതികളായ സാമുവൽ ജോൺസൺ, രാഹുൽ രാജ്, SN ജീവ, NV വിവേക്, റിജിൽ ജിത്ത് എന്നിവരുടെ ജാമ്യാപേക്ഷയിൽ ജില്ലാ സെഷൻസ് കോടതി ഇന്നലെ വാദം കേട്ടു. പോലീസിനോടും കോടതി വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുമുണ്ട്. ശബരിമലയിലെ പുണ്യം പൂങ്കാവനം പദ്ധതി അവസാനിപ്പിക്കാൻ ഉത്തരവിട്ട് ഹൈക്കോടതി. പദ്ധതിയുടെ പേരിൽ പണം പിരിച്ചെന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയുടെ ഈ നടപടി. പ്രവാസി മലയാളികൾക്ക് 10 വിദേശ രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിലെ ഭൂമിയുടെ നികുതി, ഭൂമിയുടെ തരംമാറ്റം, പോക്കുവരവ്, തണ്ടർപേർ എന്നിവ ഓഫീസ് ട്രഷറി സംവിധാനം കൂടെ നിർവഹിക്കാനാകുമെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി K രാജൻ. സർക്കാരിൻ്റെ 100 ദിന പരിപാടിയിൽ ഉൾപ്പെടുത്തി വയനാട് ജില്ലാ നിർമ്മിതി കേന്ദ്രം മുഖേന നിർമ്മിച്ച മാനന്തവാടി താലൂക്കിലെ വെള്ളമുണ്ട സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം ഓൺലൈനിലായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
കെയർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്തെ ഗ്രോത്ത് ഹോർമോൺ ചികിത്സ ആരംഭിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. സീരിയലുകൾക്ക് പിന്നാലെ സിനിമകൾക്കെതിരെയും വിമർശനവുമായി ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ. വർത്തമാന സിനിമകൾ മനുഷ്യരുടെ ഹിംസകളെ ഉണർത്തുന്നുവെന്നും ഹിംസകളെ കൗതുകരമായി അവതരിപ്പിക്കാനാണ് സംവിധായകർ ശ്രമിക്കുന്നതെന്നും പ്രേംകുമാർ ആരോപിച്ചു. 10ാം ക്ലാസ് സെൻഡ് ഓഫ് പാർട്ടി ആഘോഷമാക്കാൻ ലഹരി പാർട്ടി നടത്തി വിദ്യാർത്ഥികൾ. സ്കൂളിൽ വെച്ച് വിദ്യാർത്ഥികൾ കഞ്ചാവ് ഉപയോഗിച്ചാണ് സെൻഡ് ഓഫ് പാർട്ടി ആഘോഷിച്ചത്. സ്കൂളിൽ കഞ്ചാവ് ലഹരി പാർട്ടി നടക്കുന്നുണ്ട് രഹസ്യവിവരത്തെ തുടർന്ന് കാസർഗോഡ് പോലീസ് സ്ഥലത്തെത്തി വിദ്യാർത്ഥികളിൽ നിന്ന് കഞ്ചാവ് പിടിച്ചെടുക്കുകയായിരുന്നു. വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് വിൽപ്പന നടത്തിയ കളനാട് സ്വദേശി KK സമീറിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. വിവാദ പരാമർശ കേസിൽ ജാമ്യം കിട്ടിയ PC ജോർജിനെ തുടർ ചികിത്സയ്ക്കായി പാലായിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ഭാരതത്തെ നശിപ്പിക്കാനുള്ള രാജ്യദ്രോഹ ശക്തികൾക്കെതിരായ പോരാട്ടം തുടരുമെന്നും തൻ്റെ ഇടത്തോടെ മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 4 ദിവസത്തെ റിമാൻഡിന് ശേഷം ആരോഗ്യ പ്രശ്നങ്ങളടക്കം ചൂണ്ടിക്കാട്ടിയതിനെ തുടർന്നാണ് ഈരാറ്റുപേട്ട കോടതി ജാമ്യം അനുവദിച്ചത്. കോട്ടയത്ത് മദ്യക്കുപ്പി കൈക്കൂലിയായി വാങ്ങിയ പോലീസുകാരൻ വിജിലൻസ് പിടിയിലായി. ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് SI ബിജുവിനെയാണ് വിജിലൻസ് സംഘം അറസ്റ്റ് ചെയ്തത്. പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ എത്തിയ സ്ത്രീയോടാണ് മദ്യം ആവശ്യപ്പെട്ടത്. പരാതിക്കാരിയെ സ്ത്രീയോട് പോലീസുകാരൻ ലൈംഗിക ചുവട് കൂടി സംസാരിച്ചെന്നും പരാതിയുണ്ട്. പോലീസുകാരൻ കൈക്കൂലി ആവശ്യപ്പെട്ടതിന് പിന്നാലെ പരാതിക്കാരി വിജിലൻസിനെ സമീപിച്ചു. തുടർന്ന് വിജിലൻസ് നടത്തിയ പരിശോധനയിലാണ് പോലീസുകാരൻ പിടിയിലായത്. ശിക്ഷാ ഇളവ് നൽകി വിട്ടയക്കാൻ സർക്കാർ തീരുമാനിച്ച കാരണവർ വധക്കേസ് പ്രതി ഷെറിൻ മർദ്ദിച്ച നൈജീരിയ സ്വദേശിയായ തടവുകാരെ ജയിലിൽ മാറ്റി. കണ്ണൂർ വനിതാ ജയിലിൽ നിന്ന് തിരുവനന്തപുരം വനിതാ ജയിലിലേക്കാണ് കെയ്ൻ ജൂലിയെ മാറ്റിയത്. ജൂലിയെ മർദ്ദിച്ചതിന് ഷെറിനെ 1ാം പ്രതിയാക്കി ടൗൺ പോലീസ് കേസെടുത്തിരുന്നു. കാറിൽ യാത്ര ചെയ്യായിരുന്ന കോളേജ് അധ്യാപകനെയും മകനെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ചെന്ന് പരാതി. പാലോട് റേഞ്ച് ഓഫീസർ ക്രൂരമായി മർദ്ദിച്ചെന്ന അധ്യാപകന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തു. വനംവകുപ്പ് റേഞ്ച് ഓഫീസറുടെ പേരിൽ കേസെടുത്തതായും അന്വേഷണം പുരോഗമിക്കുന്നതായും പോലീസ് അറിയിച്ചു. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് വീണ്ടും മരണം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ചികിത്സയിലായിരുന്ന കുറ്റിക്കാട്ടൂർ സ്വദേശി ജിസ്നയാണ് മരിച്ചത്. കഴിഞ്ഞ 13 ദിവസമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി ചികിത്സയിലായിരുന്നു. ഇന്നലെ വൈകിട്ടോടെയാണ് മരണം സംഭവിച്ചത്. ഗൾഫ് രാജ്യങ്ങളിൽ ഇന്നു മുതൽ റംദാൻ വ്രതശുദ്ധിയുടെ നാളുകൾ. എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ഇത്തവണ ഒരുമിച്ചാണ് റംദാൻ ആരംഭിച്ചിരിക്കുന്നത്. അതേസമയം കേരളത്തിൽ നാളെയായിരിക്കും റംദാൻ വ്രതം ആരംഭിക്കുക. മാസപ്പിറവി കണ്ടില്ലെന്നും റംസാൻ 1 ഞായറാഴ്ചയായിരിക്കുമെന്നും കേരളത്തിലെ മുജാഹിദ് വിഭാഗം നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. റംസാൻ മാസപ്പിറവി കണ്ടതായി വിവരം ലഭിക്കാത്ത സാഹചര്യത്തിൽ റംസാൻ 1 ഞായറാഴ്ച ആയിരിക്കുമെന്ന് കേരള ഹിലാൽ കമ്മിറ്റി ചെയർമാൻ PP ഉണ്ണീൻകുട്ടി മൗലവിയാണ് അറിയിച്ചത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമായെന്ന് വത്തിക്കാൻ. മെക്കാനിക്കൽ വെന്റിലേഷനിൽ പ്രവേശിച്ചെന്നാണ് വത്തിക്കാൻ അറിയിച്ചത്. ശ്വാസകോശ സംബന്ധമായ അവസ്ഥ പെട്ടെന്ന് വഷളായോടെയാണ് മെക്കാനിക്കൽ വെന്റിലേഷനിൽ പ്രവേശിച്ചതെന്നാണ് വത്തിക്കാൻ വ്യക്തമാക്കിയത്. പൂനെയിൽ മഹാരാഷ്ട്ര RTC ബസ്സിൽ 26-കാരി ക്രൂരബലാത്സംഗനത്തെ കേസിൽ പിടിയിലായ പ്രതിയുടെ തിരിച്ചൽ പരേഡ് ഉടൻ നടത്താനൊരുങ്ങി പോലീസ്. പ്രതി ദത്താത്രേയ രാംദാസ് ഗുഡെ കുറ്റം സമ്മതിച്ചുവെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.